നമ്മളിന്ന് നല്ലൊരു ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് രാത്രി ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അത് വീഡിയോയിലിട്ടേക്കാം എന്ന് വിചാരിക്കുന്നു. അതായത് അതിൻ്റെ സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ 2 കപ്പ് മൈദ എടുത്തു. മൈദയുടെ കൂടെ ഞാൻ 1 കപ്പ് ചോറ്, പിന്നെ ഉപ്പ്, പഞ്ചസാര, ശകലം പഞ്ചസാര, അതൊരു ടേസ്റ്റിന് വേണ്ടി മാത്രം, മറ്റു മധുരം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് മാത്രം ഒരു ആവശ്യത്തിനുള്ള ഉപ്പും പഞ്ചസാരയും പിന്നെ മൈദയും ചോറും കൂടെ നല്ലവണ്ണം പുരട്ടി മിക്സിയിലിട്ട് അരച്ചെടുക്കുക. ഇതാണ് നമ്മൾ തയ്യാറാക്കി എടുത്ത മാവ് കേട്ടോ, അതായത് ചപ്പാത്തിയുടെ മാവ്. അത് നല്ല സ്മൂത്തായിട്ട് ഇരിപ്പുണ്ട് ഇപ്പോഴ്. പിന്നെ ഒരു 10 മിനിറ്റ് നമ്മൾ നടത്തി വെച്ചിരുന്നാൽ ഇത് നല്ല സ്മൂത്തായിട്ട് കിട്ടും. പിന്നെ സാധാരണ ഈ ചൂടുകാലം ആകുന്നുണ്ടെങ്കിൽ ഈ ചപ്പാത്തിക്കൊക്കെ ഒരു സ്മൂത്ത്നെസ് കാണത്തില്ല, എപ്പോഴും റഫായിട്ടിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഒരു മാർഗമായിട്ടാണ്, ഇപ്പോൾ എളുപ്പമാർഗം പോലെയാണ് ഇത് ചെയ്തത്. ഒരു മൈദയ്ക്കകത്തോട്ട് ശകലം ചോറിട്ട് അരച്ച് എടുത്തത്. ഞാൻ സാധാരണ 3 ഫോൾഡ് ചപ്പാത്തിയാണ് പരത്തുന്നത്, അതായത് മുക്കോണ് ട്രയാങ്കുലർ ഷേപ്പ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മാവെടുത്ത് വട്ടത്തിൽ പരത്തി, പിന്നെ അതിൻ്റെ 3 ഇതായിട്ട് പരത്തി എടുത്തിട്ട് അങ്ങനെ 3ആയിട്ടാണ് പരത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു ട്രയാങ്കുലർ ഷേപ്പും വരും. ചപ്പാത്തിക്ക് 3 ലെയറായിട്ട് നമുക്ക് എടുക്കാനും പറ്റും. ഇതൊക്കെ പഴയ കാലത്ത് ഓരോരുത്തർ വന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഓരോ ഇടപാടുകളാണ് ഇതൊക്കെ. പിന്നെ നന്നായി, പക്ഷേ ചപ്പാത്തി നല്ല സ്മൂത്തായിട്ട് വരും, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നല്ല സ്മൂത്തായിട്ട് വരും. ഈവൻ ഗോതമ്പ് പൊടിയുടെ ആണെങ്കിലും ശരി, നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന്. 3 ലെയറായിട്ട് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുമോ. നമ്മളത് ഇനി ചപ്പാത്തി മൂപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. തവ അടുപ്പേ വെക്കുക, ചൂടാക്കുക. അതൊരു വശം ചൂടായി കഴിയുമ്പോൾ നമ്മൾ ശകല നെയ്യ് തടവി കൊടുത്താൽ, ചൂടുകാലം ആയതുകൊണ്ട് നെയ്യ് തടവി കൊടുത്താൽ നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ ചൂടത്ത് നെയ്യ് നല്ലതാണല്ലോ ശരീരത്തിന്. അതുകൊണ്ട് നമ്മൾ ഇത്തിരി നെയ്യ് ചപ്പാത്തിക്ക് തടവി കൊടുക്കുക. അത് തിരിച്ച് മറിച്ച് വിട്ട് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ 3 ലെയറായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ തയ്യാറായ ചപ്പാത്തി. കണ്ടോ, ഏത് ലെയറിൽ വേണേലും നമുക്ക് ചൂട് മാറിക്കഴിഞ്ഞാലും ഇതെടുക്കാനുണ്ട്. ചൂടായതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എടുക്കാൻ, എന്നാലും ഏത് രീതിയിലും നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റും. ഇതിന് ചപ്പാത്തിക്ക് മുട്ടക്കറിയോ ചിക്കൻ കറിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തയ്യാറാക്കാം. ഞാനിന്നിവിടെ മുട്ടക്കറിയാണ് തയ്യാറാക്കുന്നത്.